മലയോര മേഖലയിൽ ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം. ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റാണ് ഇരിട്ടി മേഖലയിൽ ഉണ്ടായത്. മരങ്ങൾ കൂട്ടത്തോടെ നിലംപതിച്ചതോടെ ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെ തകരുകയും മലയോരത്ത് വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി 12 മണിയോടുകൂടിയാണ് വലിയ കാറ്റും മഴയും ഉണ്ടായത്. എല്ലാരും ഒന്ന് പിടിച്ചേ ഇങ്ങോട്ട് വാടാ. അറിയത്തില്ല, അത് അകത്ത് വല്ലോ മിച്ചമുണ്ടോന്നും അറിയത്തില്ല. അടിച്ചാൽ ഇവിടെ കുറച്ച് അടിച്ചുതരാം. ഇവിടെ അടി ആ കേബിള് പൊന്താന്ന് നോക്കണം കേട്ടോ. ചിലപ്പോ കമ്പ ഉടക്കിയത് അത് വലിയ കേബിളാ. മലയോര ഹൈവേ ഉളിക്കൽ പയ്യാവൂർ പാതയിൽ മരങ്ങളും ഇലക്ട്രിക് ലൈനുകളും കൂട്ടത്തോടെ പതിച്ച് 3 മണിക്കൂറിലേറെ ഗതാഗതം നിശ്ചലമായി. പ്രദേശവാസികളും യാത്രക്കാരും KSEB തൊഴിലാളികളും ഏറെ നേരം പരിശ്രമിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സമാന്തര റോഡുകളിലും ഗതാഗത തടസ്സം നേരിട്ടതോടെ യാത്രക്കാർ റോഡിൽ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ടതായി വന്നു. ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന് കീഴിലെ വിവിധ പ്രദേശങ്ങളിലും തുടർച്ചയായ മരം പതിച്ചുള്ള അപകടങ്ങൾ വന്നതോടെ സേനാംഗങ്ങൾ വിശ്രമമില്ലാതെ ജോലി തുടരുകയാണ്. KSEB, കേബിൾ TV എന്നിവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് മലയോരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് മൂലം വന്നിരിക്കുന്നത്. 10ലധികം പോസ്റ്റുകൾ മലയോര ഹൈവേയിൽ തകർന്നിട്ടുമുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കേബിൾ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഓപ്പറേറ്റർമാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തി വെക്കുന്നത്. ലക്ഷങ്ങൾ ബാങ്ക് വായ്പയെടുത്താണ് പല ഓപ്പറേറ്റർമാരും കേബിൾ TV മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കാലവർഷക്കെടുതികൾ നിമിത്തമുണ്ടാകുന്ന ഇത്തരം നഷ്ടങ്ങൾ ലഘൂകരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ കുറച്ച് നേരത്തെ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു, ഭയങ്കര ഒരു ചുഴലിക്കാറ്റ് പോലത്തെ ഒരു കാറ്റ്. ആ കാറ്റിൽ മൊത്തം കറങ്ങി ഈ ഭാഗം മുഴുവൻ, അതാ കല്ലൊലിപ്പ് മുതൽ ചമച്ചാൽ വരെ ഫുള്ള് പോസ്റ്റും മരങ്ങളും എല്ലാം ഒരു ഭീകര താണ്ഡവമായി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേടിച്ച്, കാരണം പുറത്തിറങ്ങാൻ മേലാത്തൊരവസ്ഥയിലായി. ഇപ്പോൾ കാണുന്നില്ലേ, റോഡ് മുഴുവൻ ബ്ലോക്കാണ്. അതുപോലെ മൊത്തം മരങ്ങളും പോസ്റ്റുകളും എല്ലാം മറിഞ്ഞു വീണ് കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിലും ഫയർഫോഴ്സിലൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ആരും വലിയ എത്തിയിട്ടില്ല. നാട്ടിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന
കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.